ദിവ്യദർശനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ പലപ്പോഴും ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാറില്ല. എന്തുകൊണ്ടെന്നാൽ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ട് മാത്രം അതൊരിക്കലും യാഥാർത്ഥ്യമാവില്ല. അതിനൊരു കർമ്മ പദ്ധതി അഥവാ ആക്ഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് സത്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ആക്ഷൻ പ്ലാൻ അഥവാ കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം നമ്മുടെ കൈപിടിച്ച് നിർത്താൻ ഷീബ സിസ്റ്റർ എന്നത്തെയും പോലെ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വളരെ മനോഹരമായ രീതിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നെഗറ്റീവിനെ ഇല്ലാതാക്കാൻ, നെഗറ്റീവ് മെമ്മറീസിനെ ഇല്ലാതാക്കി പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആക്ഷൻ പ്ലാൻ എന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അതിൻ്റെ രീതിയിലേക്ക്, അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയുള്ളൂ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഇന്ന് അറിയേണ്ടത്. ശരിക്കും ഒരു സ്വപ്നം സത്യമാക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഫാക്ടറാണ് ആക്ഷൻ പ്ലാൻ. ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത് എങ്ങനെയെന്നും അന്നത്തെ ദിവസം നമ്മൾ രാത്രി അവസാനിക്കുന്നത് എങ്ങനെയെന്നുള്ളതും നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നോർമലി എല്ലാ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഫ്രഷ് ആവുക, ദാറ്റ്സ് ഓൾ. ഉറങ്ങുന്ന സമയത്ത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. ഈ രണ്ട് സമയം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആധാരത്തിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുഴുവൻ അഥവാ നിങ്ങളുടെ ലൈഫ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരാൾ ഉറങ്ങുന്നത് എങ്ങനെയെന്നും ഉണരുന്നത് എങ്ങനെയെന്നുള്ളതിൻ്റെ ആധാരത്തിലാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത്. പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡോണ്ട് കെയർ ആവുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളെ നമുക്ക് പവർഫുള്ളാക്കി മാറ്റാൻ പറ്റാതിരിക്കും. ഉറങ്ങുന്ന സമയവും ഉണരുന്ന സമയവും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പ്രഭാതം എന്നതിനേക്കാൾ ഉപരി ആദ്യം നമുക്ക് ആരംഭിക്കേണ്ടത് രാത്രിയിൽ നിന്നാന്ന് വിചാരിക്കാം. കാരണം ഉറക്കം ഉണരുമ്പോൾ ഉറക്കം എങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ആധാരത്തിലാണല്ലോ ഉണർച്ച ഉണ്ടാവുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഒരു പക്ഷേ 6 മണിക്കൂർ 7 മണിക്കൂർ കിടന്നിട്ടുണ്ടാവും. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ രാവിലെ 7 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കുകയാണ്, പക്ഷെ അപ്പോഴും ഫ്രഷ് അല്ല. 8 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കുകയാണ്, അപ്പോഴും ഫ്രഷ് അല്ല. ഉറക്കം മതിയാവുന്നില്ല, ക്ഷീണം മാറുന്നില്ല. ഇത് പല ആളുകളുടെയും പരാതിയാണ്, കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ആധാരത്തിലാണ് നമുക്ക് ഉറക്കം കിട്ടുന്നതിൻ്റെ ആധാരം വരുന്നത്. അതുകൊണ്ട് ആദ്യം നമുക്ക് ആരംഭിക്കേണ്ടത് അവിടെ തന്നെയാണ്, ഉറങ്ങുന്ന സമയം. അതെ, ആക്ഷൻ പ്ലാനിൻ്റെ ഫസ്റ്റ് പോർഷൻ വരുന്നത് ഗുഡ് നൈറ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്നേക്കാൾ മുന്നേ ഇപ്പോഴത്തെ ആധുനിക ലോകത്തെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ, പണ്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചു ഉറങ്ങും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വായിച്ച് കിടന്നാൽ ഉറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല. മൊബൈലിൽ നോക്കി എപ്പോഴാണോ ഉറക്കം വരുന്നത് അപ്പോൾ ഉറങ്ങുന്നതാണ്. പക്ഷേ രണ്ടും തമ്മിൽ വലിയൊരു ഫാക്ടർ ഉണ്ട്. പണ്ടത്തെ ബുക്കുകളായിരുന്നെങ്കിൽ ബുക്കുകളിൽ നിന്ന് ഒരിക്കലും റേഡിയേഷൻസ് വരില്ലായിരുന്നു. അതുകൊണ്ട് ബുക്കുകൾ വായിക്കുമ്പോൾ ആ വായിക്കുന്ന ഇൻഫോർമേഷൻ നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് പോകും. അതൊരു ഘട്ടത്തിൽ കഴിയുമ്പോൾ അങ്ങ് നമ്മൾ ഉറങ്ങിപ്പോവും. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. വീഡിയോ കണ്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ട് ഉറങ്ങാറില്ല എന്നുള്ളതാണ് സത്യം. ഉറക്കം പോവുകയാണ് ചെയ്യുക. എസ്പെഷ്യലി വീഡിയോയുടെ ഉള്ളിൽ നിന്ന് റേഡിയേഷൻ ഒരു ബ്ലൂ ലൈറ്റ് വരാനുണ്ട്. ആ ബ്ലൂ ലൈറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആക്റ്റീവ് ആക്കുന്ന ഒരു സാധനമാണ്. അപ്പം ആ ലൈറ്റ് വരുന്നതോടുകൂടി നമ്മുടെ ഉറക്കം അതുകൊണ്ടാണ് ഉറക്കം തൂങ്ങി ഇങ്ങനെ ആവാൻ പോകുമ്പോഴൊരു വീഡിയോ കണ്ടിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ ഉറക്കം പോവുക ചെയ്യുക. കാരണം അതിൻ്റെ റേഡിയേഷൻ നമ്മുടെ ഉറക്കത്തിനെ ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ നമുക്ക് മാറ്റിയേ പറ്റൂ. ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് നിർത്തുമ്പോഴും വലിയ വണ്ടികളാണെങ്കിൽ പറയില്ലേ, വണ്ടി കൊണ്ടുപോയി നിർത്തിയ വശം അതിനെ ഓഫ് ചെയ്യരുത്. ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 സെക്കൻഡ് 5 സെക്കൻഡെങ്കിലും ഒക്കെ അതിന് ടൈം കൊടുത്ത ശേഷം അതിൻ്റെ കീ ഓഫ് ചെയ്യാവൂ. കാരണം എഞ്ചിന് ഒറ്റയടിക്ക് വണ്ടി നിന്ന വശം ഓഫ് ചെയ്യാൻ പാടില്ല. അതേപോലെയാണ് ഈ ശരീരത്തിന് നമ്മൾ മെസ്സേജ് കൊടുക്കണം. ഇതിലൂടെ നമുക്ക് മെസ്സേജ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കണം. ഇന്നത്തെ വർക്കൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയായി, ഇനി റെസ്റ്റിങ്ങിലേക്ക് പോകുന്ന മെസ്സേജ് ആണെന്നുള്ള കാര്യം ബ്രെയിൻ നമ്മൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ബ്രെയിൻ എല്ലാ സമയത്തും ആക്റ്റീവായിരിക്കുന്ന സ്റ്റേജിലായിരിക്കും. ആക്റ്റീവായിരിക്കുന്ന സ്റ്റേജിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാൻ പ്രയാസമായിരിക്കും. അഥവാ ഉറങ്ങിയാൽ തന്നെയും നിങ്ങളുടെ മനസ്സിന് പ്രോപ്പറായിരിക്കുന്ന ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പൂർണ്ണ വിശ്രമത്തിലേക്ക് അത് പോവാതെ ഉറക്കത്തിലും കൂടി സ്വപ്നത്തിൽ അലയാൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് രാത്രി ഉറങ്ങണേക്കാൾ മുന്നുള്ള 1/2 മണിക്കൂർ സമയം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ജീവിതത്തിലെ നിമിഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങണേക്കാൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുന്ന സമയമാണ് ശരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം നമ്മുടെ നിത്യമായിട്ടുള്ള
എന്തൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിനൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. മൊബൈൽ നോക്കുമെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുക. കമ്പ്യൂട്ടർ നോക്കുകയാണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുക. വായിക്കുകയാണെങ്കിൽ അതിനെയും സ്റ്റോപ്പ് ചെയ്യുക. എല്ലാ കാര്യങ്ങളെയും സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട സമയം. ബാക്കിയുള്ളതായിരിക്കുന്ന നമ്മുടെ വർക്കുമായിട്ട് ഡെയിലി റൂട്ടീൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുളിച്ച് ഫ്രഷായി ആ പകൽ നമ്മൾ ഓടി നടന്നതായിട്ടുള്ള വസ്ത്രങ്ങളെയൊക്കെ മാറ്റി രാത്രി ഫ്രഷായിട്ട് ഉറങ്ങാൻ വേണ്ടതായിരിക്കുന്ന വസ്ത്രങ്ങളിലേക്ക് നമ്മൾ മാറി. ഇനി ഉറങ്ങുന്നേക്കാൾ മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ മുറി വലിച്ചു വാരിയിട്ടിട്ട് അതിനുള്ളിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ഒരു സ്ഥലം എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചാണ് അവിടെ നിന്നുള്ള വൈബ്രേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം ഞാൻ ഉറങ്ങുന്ന സമയത്ത് എല്ലാം വലിച്ചു വാരിയിട്ടിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഒരു പക്ഷെ ഉറങ്ങിയിരിക്കും. പക്ഷെ ഉണർന്ന വശം നിങ്ങൾ കാണുമ്പോൾ ആ റൂമിനുള്ള ഫസ്റ്റ് ദൃശ്യം നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ആദ്യത്തെ പിക്ചർ കൊടുക്കുന്ന സാധനമാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. അതുകൊണ്ട് മുറി ഒരിക്കലും വലിച്ചു വാരിയിട്ട് കിടന്ന് ഉറങ്ങരുത്. നീറ്റായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഫ്രഷായി അന്നത്തെ കാര്യത്തിനെല്ലാം നമ്മൾ ഈശ്വരനൊരു കത്തെഴുതി നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി അന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ ചിലവഴിച്ചു എന്നതായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് അഥവാ ചാർട്ട് എഴുതി അത് നമ്മൾ ചെക്ക് ചെയ്തു. പിന്നെ ഇന്നത്തെ കാര്യം നമ്മൾ ചെയ്യാത്തതിൽ നാളത്തേക്ക് വേണ്ടതായിട്ടുള്ള എന്തൊക്കെ പ്ലാൻ ഉണ്ട് അതിനൊക്കെ പ്ലാൻ തയ്യാറാക്കി അത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്തിട്ട് മിനിമം 10 to 15 മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. ആ ഉറങ്ങുന്ന സമയത്ത് ആ മെഡിറ്റേഷൻ്റെ എൻഡിലാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫാക്ടർ നടക്കാൻ പോകുന്നത്. അതിനാണ് എന്തൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നാളെ എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നുള്ളതായിട്ടുള്ള ലിസ്റ്റ് ഇന്ന് രാത്രി നമ്മൾ തയ്യാറാക്കണം. ടു ഡു ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കുക അതിന്. ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിനെ ഓർമ്മിച്ച് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിറ്റേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഡ്രീം അഥവാ സ്വപ്നം എന്താണെങ്കിലും ആ സ്വപ്നത്തെക്കുറിച്ച് അതിൻ്റെ ആ വിഷൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല വിഷൻ ഇത്ര വർഷം കഴിഞ്ഞ ശേഷം എനിക്ക് എങ്ങനെ ആവണം അഥവാ ഒന്നുകിൽ വിഷൻ അല്ലെങ്കിൽ ഗോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ പൂർണ്ണമായിട്ട് രൂപത്തിൽ അതായിത്തീർന്നതായിട്ട് ഫീൽ ചെയ്ത് നോക്കുക. മെഡിറ്റേഷന് മുന്നല്ല മെഡിറ്റേഷന് ശേഷം ആ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വിഷ്വലൈസേഷനിൽ കിടന്നിട്ട് അതിൻ്റെ എനർജി റിസീവ് ചെയ്തിട്ട് വേണം നമുക്ക് ഉറക്കത്തിലേക്ക് പോകാൻ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡും അതിൽ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടുള്ള ക്രിയാത്മകത ഒരു വ്യക്തിയുടെ ഒളിഞ്ഞു കിടക്കുന്നത് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഉറങ്ങുന്ന നിമിഷത്തിൽ നിങ്ങൾ ഏത് ടൈപ്പ് തോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഉറങ്ങിയിട്ടുണ്ടോ ഏത് മൈൻഡ് പിക്ചർ അതിന് അവസാനം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ മനഃചിത്രത്തിൻ്റെ ആധാരത്തിൽ അതാണ് അതിന് ഐക്കണായിട്ട് ക്ലിക്ക് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ആധാരത്തിൽ ഇനി ഈ ജന്മത്തിലല്ല ഇനിയൊരു ജന്മത്തിൽ പോലും എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിനായിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വപ്നത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സ്വപ്നം കണ്ടില്ലെങ്കിൽ രാവിലെ ഉണരുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നുള്ള സൊല്യൂഷൻ്റെ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാവുന്നതായിട്ടുള്ള പുതിയൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ രൂപത്തിൽ അത് നമ്മളോടൊന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് രാത്രി ഉറങ്ങുന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അത് കഴിഞ്ഞ ശേഷം അപ്പോൾ ആ സമയത്ത് ഉറങ്ങുമ്പോൾ മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ട് സജ്ജമാക്കും. അതിന് വേണ്ടതായിട്ടുള്ള സൊല്യൂഷൻ എവിടെ നിന്നാണെങ്കിൽ കണ്ടെത്തും. എന്തെങ്കിലും പരിഹാരം കാണുന്നുണ്ടെങ്കിൽ ആ പരിഹാരം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യും. ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. കാരണം എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് സമയം ഡീപ്പ് സ്ലീപ്പിൽ പോയി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് 4 മണിക്കൂറിലേക്ക് ചാർജ്ഡ് ആയി കഴിയും. അത് കഴിഞ്ഞാൽ ബാക്കി സമയം അതിന് ഫ്രീ ആണ്. അപ്പോൾ ആ സമയം മുഴുവൻ അതെന്താ ചെയ്യുക ഇങ്ങനെയുള്ളതായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള കർമ്മങ്ങൾ മുഴുകും. അങ്ങനെ ഉറക്കമുണർന്ന് രാവിലെ ഉണരുന്ന സമയം ഇതായിരിക്കണം നമ്മുടെ ഗുഡ് നൈറ്റ്. അപ്പോൾ ഈ ഗുഡ് നൈറ്റിൽ നമ്മൾ സിസ്റ്റർ പറഞ്ഞ ടു ഡു ലിസ്റ്റിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അതെ. എന്നാൽ അതിനുപരിയായിട്ട് നമുക്ക് ലക്ഷ്യം ഉണ്ടാവും. ഇത് രണ്ടിലും ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കാണേണ്ട ചിന്തിക്കേണ്ട കാര്യങ്ങളും അതേപോലെ നമ്മൾ ഡെയിലി റുട്ടീൻസിലുള്ള കാര്യങ്ങളും വേറെ വേറെ ആയിരിക്കുമല്ലോ. ഒരിക്കലല്ല, വേറെ ആവാലോ. എങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. മീൻസ് ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ലക്ഷ്യം ഒന്നായിരിക്കും. ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യം മീൻസ് എൻ്റെ രാവിലത്തെ എഴുന്നേറ്റുള്ള പഠനമാണെങ്കിൽ രാവിലത്തെ എൻ്റെ മനനമാണെങ്കിൽ എൻ്റെ എക്സസൈസ് ആണെങ്കിൽ ഓരോ എൻ്റെ ജോബാണെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം ഞാനൊരു ഡ്രീമിന് വേണ്ടിയുള്ള എൻ്റെ യാത്രയിലാണെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ജോലിക്ക് പോകുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യം ഇതിൻ്റെ ആധാരത്തിലായിരിക്കും. ആ ഗോൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗോളിന് വേണ്ടതായിട്ടുള്ള ഒരു ദിവസത്തെ നമ്മുടെ പ്ലാനാണ് നമ്മുടെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു വ്യക്തി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനാവണമെന്നാണ്. അപ്പോൾ അയാളുടെ ജോലി അയാൾക്ക് വിട്ടിട്ട് ബിസിനസ്സുകാരനാവാൻ പറ്റില്ല.
അയാളുടെ ലക്ഷ്യം ബിസിനസ്സുകാരനാവാൻ ഉള്ള ലക്ഷ്യം വെച്ച ആളാണ്. അപ്പോൾ അയാൾ അതിനു വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അയാൾക്ക് ജോലി പോയേ പറ്റുള്ളൂ. അപ്പോൾ ജോലിയുടേതായ രീതിയിൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പ്ലാൻസ് ഉണ്ടാവും, പ്ലാനിങ് ഉണ്ടാവും. എന്നാൽ ഇതിനു വേണ്ടിയിട്ട് അയാൾക്ക് ലക്ഷ്യം ഉണ്ട് താനും. അപ്പോൾ ഇത് രണ്ടും ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് അയാൾ ഗുഡ് നൈറ്റിൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് എന്നാണ്. തീർച്ചയായിട്ടും അയാൾക്ക് ജോലിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ വലിയൊരു ഡ്രീമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പാത്തിൻ്റെ ആയിട്ട് രീതിയിലുള്ളതായിരിക്കുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക. കാരണം ഞാൻ പോകുന്നതും പ്രവർത്തിക്കുന്നതും രണ്ട് ദിശയിലാണെങ്കിൽ നമുക്ക് എത്തേണ്ടത് കോഴിക്കോട്ടേക്കാണെങ്കിൽ കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കയറിയേ പറ്റൂ. വേറൊരു സ്ഥലത്തേക്കുള്ള ബസ്സിൽ കയറിയിട്ട് കോഴിക്കോട്ട് എത്താൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് എനിക്ക് എത്തേണ്ട ലക്ഷ്യം ക്ലിയർ ആണ് എങ്കിൽ ഞാൻ ആ വഴിക്ക് പോയേ പറ്റൂ, അതിൽ നോ ഡൗട്ട്. അപ്പം ഞാൻ ഇന്നൊരു ജോലിക്ക് പോകുന്നുണ്ട്, ഈ ജോലി ഞാൻ കംഫർട്ട് അനുഭവിക്കണം, നാളെ ഞാനൊരു ബിസിനസ്മാൻ ആവുമെന്ന് ചിന്തിക്കണമെങ്കിൽ വെറും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് എൻ്റെ ആ ബിസിനസ് അനുബന്ധമായിട്ടൊരു ജോലി തിരഞ്ഞെടുക്കണം. ഉള്ള ജോലിന് വിട്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിന്റെ ഹൈറ്റ്സിൽ എത്താൻ പോകുന്നത്. അതായത് നമ്മൾ എപ്പോഴും മാച്ച് ആയിട്ടുള്ള ഒരു ജോലി ആയിരിക്കണം. ഇവിടെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളും മിസ്റ്റേക്ക് പറ്റുന്നത്. അതെ, കാരണം ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ വലിയൊരു സിംഗർ ആവണം, എനിക്ക് ഹൈറ്റ്സ് വേണം എന്നൊക്കെ സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ഞാൻ ആക്ടർ ആവണം, അല്ലെങ്കിൽ അതാവണം ഇതാവണം എന്നൊക്കെ ഞാൻ കാണുന്നു. അതേസമയം എനിക്ക് ഡെയിലി റൂട്ടീന് പോകേണ്ടതുകൊണ്ട് ഞാൻ വളരെ ടൈറ്റ് ഷെഡ്യൂളുള്ളതായിരിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നു. സാധന ചെയ്യാൻ എനിക്ക് സമയം ഞാൻ കണ്ടെത്തുന്നില്ല, അതിലായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കോണ്ടാക്റ്റിന് ഞാൻ സമയം കണ്ടെത്തുന്നില്ല, എന്തെങ്കിലും നമുക്കതിനുള്ള ചാൻസസ് വരുമ്പോൾ അതിനെ യൂസ് ചെയ്യാനുള്ളതായിട്ടുള്ള കാര്യം ഞാൻ കണ്ടെത്തും. ഇവിടെയൊക്കെ ഞാൻ ടൈറ്റ് എൻ്റെ ജോലിയിലാണ്, പക്ഷേ എൻ്റെ സ്വപ്നം ഞാൻ സിംഗർ ആവാനാണ്. അതെവിടെ നടക്കാനാണ്? ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്നാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ ദിവസത്തിൽ കുറച്ച് സമയം അതിനു വേണ്ടിയുള്ള പ്ലാൻ തയ്യാറാക്കിയേ പറ്റൂ. അതുകൊണ്ട് ഇനി അങ്ങനെയാണ് ഇപ്പോഴത്തെ ലെവലിൽ. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് കാര്യം കൂടി ഒന്നിച്ചു. ഒരു ജോലിയുള്ള ആൾക്ക് ബിസിനസ് സിംഗർ ആവാൻ പറ്റും, പക്ഷേ അയാൾ ദിവസം അവനവൻ്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ദിവസം സാധന ചെയ്യാനുള്ള സമയം അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രോഗ്രാംസുമായിട്ട് എനിക്ക് പാട്ടുകാരനായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാവണമെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടണം. ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട്, കാണാൻ പോവാൻ, കേൾക്കാൻ പോവാൻ, പങ്കെടുക്കാൻ പോവാൻ, ഇങ്ങനെയൊക്കെ എൻ്റെ ചാൻസസ് സെർച്ച് ചെയ്യുകയും ആ കിട്ടുന്നതൊക്കെ എൻ്റെ ആക്ഷൻ പ്ലാനിൽ ഞാൻ ഇൻവോൾവ് ആവുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാലേ അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ ഡെയിലി റൂട്ടീനും ആക്ഷൻ പ്ലാനും തമ്മിൽ, സ്വപ്നവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ എത്തില്ല. അതുകൊണ്ട് അത് നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉണർന്ന വശം ഫസ്റ്റ് സമയം എന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആക്ച്വലി ഒരു സോൾ കോൺഷ്യസിന്റെ സ്റ്റേജിലേക്കാണ് പോകുന്നത്, ബോഡി കോൺഷ്യസ് വിട്ടിട്ട്. കാരണം ഉറക്കത്തിൽ എന്താ നടക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. എന്ന് വെച്ചാൽ അർത്ഥം ഈ ദേഹത്തിന്റെ ലോകത്ത് നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുകയാണ്, വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. അഥവാ ആത്മ ക്ഷീണിക്കുന്ന അവസ്ഥയിൽ ഈ ദേഹത്തിൽ നിന്നുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് സ്റ്റേജ്, ബോഡിയിലെ സ്റ്റേജാണ് ആ സമയത്ത് ഉണ്ടാവുക. അപ്പം ആ സമയത്താണ് മോസ്റ്റ് പവർഫുൾ തോട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റിയ സമയം. ആ സമയം ഉണർന്നെഴുന്നേറ്റ് നമ്മൾ ഭൂമിയിൽ കാല് വെക്കുന്നതോടുകൂടി നമ്മളും ഭൂമിയും തമ്മിൽ, നമ്മുടെ ഇതൊരു ഭൂമിയാണ്, പഞ്ചതത്വങ്ങൾ ഭൂമി കൊണ്ടാണല്ലോ ദേഹം അധികം ഉണ്ടാക്കുന്നത്. ഈ ഭൂമിയും ആ ഭൂമിയും തമ്മിൽ ടച്ചിങ്സ് വരുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ബോഡി കോൺഷ്യസ് ഫുൾ ഫോമിൽ ഫ്ലഡ്ജ്ഡ് ആവും. അതുകൊണ്ട് അതിനേക്കാൾ മുന്നേ രാവിലെ ഉണർന്ന ഉടനെ നിങ്ങളുടെ കാല് ഭൂമിയെ സ്പർശിക്കും മുന്നുള്ള നിമിഷം, അതായത് ആദ്യത്തെ 5-7 മിനിറ്റ് സമയം, ആ സമയമാണ് മറ്റേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന സമയം. ആ സമയത്ത് കോൺഷ്യസ് മൈൻഡ് റോള് വളരെ കുറച്ചായിരിക്കും, സബ് കോൺഷ്യസ് മൈൻഡ് ഫുൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ആ സമയത്ത് എഗെയിൻ നിങ്ങൾ രാത്രിയിൽ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്ന പക്ഷേ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നതും നമ്മുടെ ആ ഒരു ഡ്രീമിനെ കുറിച്ച് തന്നെയായിരിക്കും. നമ്മൾ തലേദിവസം ഗുഡ് നൈറ്റിൽ വിഷ്വലൈസ് ചെയ്ത് കണ്ടിട്ടാണ് ഉറങ്ങിയത് എങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഉണരുമ്പോഴും ആദ്യം നമുക്ക് കാണുന്നത് അത് തന്നെയായിരിക്കും. അപ്പം ആ ഒരു സമയത്ത് ചാർജിങ്, രാത്രി ഉറങ്ങുന്ന സമയത്ത് വിഷ്വലൈസേഷൻ ആണെങ്കിൽ മോർണിംഗിൽ ഉണർന്ന സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ വിഷ്വലൈസേഷൻ വിത്ത് ചാർജിങ് ആണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഈശ്വരൻ്റെ അടുത്തുള്ളതായിട്ടുള്ള ആ പ്രകാശം, ആ ശക്തി, ഭഗവാനെ നമ്മുടെ തലയുടെ മേലെ ആ പ്രകാശമായി കണ്ടുകൊണ്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഡ്രീമിലാവാൻ ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യം അതാണ് എന്ന് വിചാരിക്കുക ഉണർന്നുടനെ. ഞാനതാണ്. ഇപ്പോൾ ഒരു സിംഗർ ആണെങ്കിൽ ഞാനൊരു സിംഗറാണ്, ഞാൻ പാടി എനിക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്, എനിക്ക് ആ പാടുന്നതിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ ആ പാടിയതിൻ്റെ അവാർഡ് കിട്ടിയതിൻ്റെ ആനന്ദം അനുഭവിക്കുകയാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രഷ്യസ് ആയിരിക്കുന്ന ഒരു മൊമെൻ്റ് വിഷ്വലൈസ് ചെയ്യുക. അതിനെ സഫലമാവാൻ വേണ്ടി ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഇങ്ങനെ വർഷിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു 3-5 മിനിറ്റ് സമയം, അതിന് ഒരു 5 മിനിറ്റ് സമയം, 3 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം അത് തോട്ട് ക്രിയേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. 7 മിനിറ്റിൽ 5 മിനിറ്റിൽ 5 തവണ, അല്ലെങ്കിൽ 7 മിനിറ്റ് 7 തവണ റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അത്രയും സമയം ആ തോട്ടായിരിക്കണം നമ്മുടെ മുന്നിനുള്ളിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ സാധാരണ നോർമലായിട്ട് നമ്മുടെ റൂട്ടീൻസ് കഴിഞ്ഞാൽ
പിന്നെ പ്രഭാതത്തിൽ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ നിർബന്ധമായിട്ടും കണ്ടെത്തണം. ലോകത്തെല്ലാവരും പറയുന്ന ഒരു ഫാക്ടറാണ് മെഡിറ്റേഷൻ ചെയ്യാൻ സമയമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? വൈകി ഉണരുന്നത് കൊണ്ട്. അതെ, വൈകി കിടക്കുന്നതുകൊണ്ടാണ് വൈകി എഴുന്നേൽക്കുന്നത്. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള നിയമം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആർക്കും ഇപ്പം ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് കലിയുഗത്തിലെ മനുഷ്യന്മാരൊക്കെ തലകീഴായിട്ട് നിൽക്കുന്നത്. അതെ അതെ അതെ. മനുഷ്യന്മാർ പണ്ടത്തെ കാലത്ത് നേരത്തെ ഉണരും, നേരത്തെ എഴുന്നേൽക്കും. അപ്പം അതുകൊണ്ട് അന്നത്തെ ആളുകളും അതുപോലെ തന്നെ ഹെൽത്തി ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. ഇന്ന് ടെൻസ്ഡ് ആണ്, കാരണം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് ഓപ്പോസിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നേരത്തെ ഉറങ്ങേണ്ടതും, നേരത്തെ ഉറങ്ങാന്ന് വെച്ചാൽ ഞാൻ 8 മണിക്ക് 9 മണിക്ക് ഉറങ്ങാനൊന്നുമല്ല പറയുന്നത്, 10 മണി അല്ലെങ്കിൽ 11 മണിക്കുള്ളിൽ ഉറങ്ങാൻ നമ്മുടെ സമയം. എന്നാൽ നമുക്ക് തീർച്ചയായിട്ടും 4 മണിക്കോ 5 മണിക്കോ ഇടയിൽ എഴുന്നേൽക്കാൻ പറ്റുക തന്നെ ചെയ്യും. 5 മണിക്ക് മുന്നേ ഉണർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പറയും 5 മണി ക്ലബ്ബ് എന്നൊക്കെ പറയും. ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു, 5 AM ക്ലബ്ബ് എന്ന്. കാരണം എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും 5 AM അല്ലെങ്കിൽ അതിന് മുന്നേ എഴുന്നേറ്റുള്ളവരാണ്. 5 മണിക്ക് അല്ലെങ്കിൽ മുന്നെണീറ്റവരാണ് എല്ലാ വിജയികളായിട്ടുള്ള ആളുകളും. അതുകൊണ്ട് വിജയികളെ ക്ലബ്ബിൽ നിങ്ങൾക്ക് വേണം 5 മണിക്ക് മുന്നെണീറ്റേ പറ്റും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റിട്ട് അരമണിക്കൂർ സമയം, ആ സമയം എഴുന്നേറ്റ് ഉടനെ സോഷ്യൽ മീഡിയ നോക്കാനുള്ളതല്ല. ആ സമയം നമുക്ക് പുറം ലോകമായിട്ട് ബന്ധം പാടില്ല, നമ്മളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള സമയം. നമുക്ക് വേണ്ടി കൊടുക്കാവുന്ന കുറഞ്ഞ സമയം ഉണ്ടെങ്കിൽ അതാ സമയമാണ്. അതെ, അതാണ് ഏറ്റവും ഗോൾഡൻ മൊമെന്റ്സ്. ആ സമയം ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് എഴുന്നേറ്റ് നോക്കിയവർക്ക് അറിയാം. രാവിലത്തെ നേരം നമ്മളങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ സമയം പോയല്ലോ നമുക്ക് തോന്നിപ്പോയി, ഭയങ്കര ഫാസ്റ്റാന്ന് തോന്നിപ്പോയി, കാരണം ഭയങ്കര വൃത്തിയാണത്, അത് വളരെ പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഇത്ര സമയം വരെ എൻ്റെ മെഡിറ്റേഷനുള്ള സമയം, ഇത്ര സമയം വരെ എൻ്റെ പഠിക്കാനുള്ള സമയം, ഇത്രയും വരെ, അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റ് ഉണർന്ന ഉടനെ വിഷ്വലൈസേഷൻ വേണം. പിന്നെ ആ വിഷ്വലൈസേഷൻ്റെ അഫർമേഷൻ മെഡിറ്റേഷന് ശേഷം നമ്മൾ ചെയ്തിരിക്കണം. അതിന് ഉതകുന്ന രീതിയിലുള്ളതായിട്ടുള്ള സ്റ്റഡി, സംഗീതമാണെങ്കിൽ സാധന, നൃത്തമാണെങ്കിൽ അതിൻ്റെ സാധന, അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് പ്ലസ് മാനസികമായിട്ടുള്ള അതിന് വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പ്, സ്റ്റഡി, ഇത് നിർബന്ധമായിട്ടും. ആ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഡ്രീം എന്തോ അതനുസരിച്ചുള്ള സ്റ്റഡി, ബിസിനസ് ആണെങ്കിൽ അതായിരിക്കാം, ഡോക്ടർ ആണെങ്കിൽ അതായിരിക്കാം, നിങ്ങളുടെ ഫീൽഡ് എന്തോ അതനുസരിച്ചുള്ള സ്റ്റഡി ആ സമയത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ സ്റ്റഡി നിർബന്ധമായിട്ടും പോസിറ്റീവ് തോട്ട് സ്റ്റഡിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. കാരണം 2 സ്റ്റഡി ഉണ്ടാവും. നമ്മൾ സ്റ്റഡിയിൽ തന്നെ കുറച്ച് കെയർഫുൾ ആവണം. ഇപ്പം നമ്മൾ ഒരു അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കും. ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ സമയത്ത് അവരുടെ കേസ് സ്റ്റഡീസിന് പോയി കഴിഞ്ഞാൽ അത് ഫുൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി മാറ്റരുത്. ആ സമയത്ത് നമ്മുടെ മൈൻഡ് പവറിനെ പവർഫുൾ ആക്കുന്ന രീതിയിലുള്ള സ്റ്റഡി എന്താണെങ്കിലും അത് സെലക്ട് ചെയ്യണം. നമ്മുടെ ഫീൽഡ് അനുസരിച്ച് നമ്മൾ മാറ്റിയിരിക്കണം നമ്മുടെ സ്റ്റഡീനെ. ഡോക്ടർ ആണെങ്കിലും അതെ, ആ സമയം നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്ന നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി എല്ലാത്തിലും ഉണ്ടല്ലോ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നുള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഈ സമയത്ത് ഇന്നത് ഞാൻ പഠിക്കാനുള്ള സമയം, മനനം ചെയ്യാൻ, എഴുതാനുള്ള സമയം. 6 മണിക്ക് ശേഷമുള്ള സമയം നിങ്ങൾ വേണമെങ്കിൽ ഫുൾ ആക്റ്റീവായിട്ട് പോയിക്കോളൂ, നോ പ്രോബ്ലം. പക്ഷേ 6 മണി വരെയുള്ള ആ ഒരു സമയം, എഴുന്നേറ്റ സമയത്ത് നമുക്ക് നിർബന്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യണം. ഇത് നമ്മളുടെ ഡ്രീം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ, അഥവാ നമ്മുടെ സ്വപ്നത്തിലെ യാത്രയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും ബേസ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. വിഷ്വലൈസേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ചിലർക്ക് വിഷ്വലൈസേഷൻ പ്രയാസമായിരിക്കും. കാരണം ആ വിഷ്വലൈസേഷൻ കൊണ്ട് ഇരിക്കുമ്പോഴേക്കും ആ തോട്ട് ഈ തോട്ട് ഇങ്ങനെ അന്നത്തെ കാര്യങ്ങൾ, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിലവഴിച്ചത്, അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ, നമ്മുടെ ഇമോഷണലി മെമ്മറീസ് വന്നുകൊണ്ടിരിക്കും. അതിന് നമുക്ക് ആ സമയത്ത് ഒഴിവാക്കണം. അതിനുള്ള പണി എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പേപ്പറും പെന്നും എടുക്കുക. എന്താണ് ഞാൻ ആവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഡ്രീം എന്താണ്, ആ കാര്യത്തിന് എഴുതി തയ്യാറാക്കുക. അപ്പോൾ ചിലനോട് ചോദിക്കാറുണ്ട്, ദിവസത്തിൽ ഒരു പ്രാവശ്യം എഴുതി തയ്യാറാക്കിയാൽ അത് കഴിഞ്ഞില്ലേ, എന്ന് എഴുതുമ്പോൾ ബോറടിക്കില്ലേ എന്ന്. എന്നൊന്നും എഴുതുമ്പോൾ ബോറടിക്കില്ല. നമുക്ക് നമ്മുടെ സ്വപ്നമാണ് എഴുതുന്നത് എങ്കിൽ എഴുതും തോറും എൻ്റെ ലഹരി കൂടുകയാണ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് എഴുതുമ്പോൾ ബോറടിക്കണം വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ, അത് നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് ചേർന്നതല്ല എന്നർത്ഥം. കാരണം നമ്മളന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ടാലൻറ്റ് കണ്ടെത്താനതായിട്ടുള്ള സൂത്രവാക്യം എന്താണ്? ഏത് കാര്യം ചെയ്യുമ്പോഴാണോ 8 മണിക്കൂറിനേക്കാൾ കൂടുതൽ ഒരു ജോലി ചെയ്തിട്ടും ഞാൻ അതിൽ ഹാപ്പിയസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വർക്ക് ഒരു വാർഷിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല, വർഷിപ്പായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ, അതാണ് നിങ്ങളുടെ കല നമ്മൾ കണ്ടെത്തണം, നമ്മുടെ ടാലന്റ്. അതെ. അപ്പോൾ ആ കാര്യം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഡ്രീമുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ട സാധനം. അപ്പോൾ ഞാൻ ഡെയിലി എഴുതും തോറും എനിക്ക് ലഹരി കൂടുകയാണ് എങ്കിൽ, യെസ്, ദിസ് ഈസ് മൈ ഡ്രീം, എനിക്ക് ചേർന്നതാണ് നമുക്ക് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം മാറ്റേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ബോറടിക്കുന്ന പ്രശ്നം അവിടെ ഇല്ല. രാത്രിയിൽ പേപ്പർ ആൻഡ് പെൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീമിനെ എഴുതി തയ്യാറാക്കിയിട്ട് കിടന്നുറങ്ങിക്കോളൂ. അപ്പോഴും നിങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മുടെ സ്ഥൂലമായിരിക്കുന്ന ഇന്ദ്രിയമായ കൈയും, ജ്ഞാനേന്ദ്രിയമായിരിക്കുന്ന കണ്ണും, സൂക്ഷ്മേന്ദ്രിയായിരിക്കുന്ന മനസ്സും ബുദ്ധിയും ഒക്കെ പ്രവർത്തിക്കുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഏകാഗ്രത നമ്മുടെ ഉള്ളിലേക്ക് അതിനെ ഇൻജക്ട് ചെയ്യുക. മനസ്സിൽ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സബ് കോൺഷ്യസ് മൈൻഡിന് ചിത്രങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ.
ഇങ്ങനെ ഈ 2 മൊമെന്റ്സ് ആണ് ഏറ്റവും ബേസ് ആയിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന് രാത്രി ഉറങ്ങുന്ന സമയം, പിന്നെ പകൽ സമയത്തെയും. ഇതോടെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം കൂടി എനിക്കിത് ആഡ് ചെയ്ത് പറയാനുള്ളത്, ചില ആളുകൾക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവാറുണ്ട്. കാരണം ഇരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഓർമ്മ വരും. അവർക്ക് അതിന് പകരം സ്ക്രിപ്റ്റിംഗ് എന്നൊരു ടെക്നിക്ക് ഉണ്ട്, അതിനെ യൂസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ അർത്ഥം അവരവരുടെ ഡ്രീം എന്താണോ ആ ഡ്രീമിനെ എഴുതി തയ്യാറാക്കുക. ആ എഴുതി തയ്യാറാക്കുന്ന പണി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ നമ്മുടെ സ്ഥൂല ഇന്ദ്രിയായിരിക്കുന്ന കൈയും ജ്ഞാനേന്ദ്രിയാകുന്ന കണ്ണും സൂക്ഷ്മേന്ദ്രിയങ്ങളാകുന്ന മനസ്സും ബുദ്ധിയും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് മനഃചിത്രം ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ചിത്രമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ക്ലിക്കിംഗ് കൊടുത്താൽ മാത്രമേ അത് ആക്റ്റീവായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും. തീർച്ചയായും എൻ്റെ സിസ്റ്റർ, നമ്മളെ സമയം ഇവിടെ കഴിയാണ്. നമുക്കിനി ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഹോൾ ഡേയിൽ ആക്ഷൻ പ്ലാനിന്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി പകലും പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനുള്ളതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്തൊക്കെയാണ് അതിനെ മാറ്റി നമ്മളിന്ന് കൊണ്ടുപോകുന്നുള്ള ഘടകങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്, ആ ഒരു ആക്ഷൻ പ്ലാൻ, ആ ആക്ഷൻ പ്ലാനിൽ നമുക്ക് ഇനി പകൽ എന്ത് ചെയ്യണം, അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ത് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും, അതായത് നമ്മൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ A to Z സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ സംഭവിച്ചേ തീരൂ എന്ന്, അല്ലെങ്കിൽ സംഭവിപ്പിച്ചേ തീരൂ, ഏതൊരാൾക്കും അത് സംഭവിപ്പിച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയത്തോടെ നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോവുകയാണ്. അതിന് സിസ്റ്റർ വളരെ മനോഹരമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ആർക്കും ഇന്നു മുതൽ ഒരു കാര്യം നിശ്ചയിക്കാൻ സാധിക്കും: ലോ ഓഫ് അട്രാക്ഷൻ എനിക്കും സംഭവിക്കും. അത് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് നേടാം. അതിനാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.